ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമിൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ പരുത്തിപ്പത്തിൽ. അത് ഈസിയാണ് ഉണ്ടാക്കിയതിന്. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടുള്ളൊരു കറിയാണ് ഇത്. ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കെല്ലാം ബെസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പരുത്തിപ്പത്തിൽ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നാട്ടിൽ നിന്നാണെങ്കിൽ അരിയെല്ലാം അരച്ചിട്ടാണ് ഉണ്ടാക്കൽ. ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 6 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ 5 മുട്ട, 2 ഉള്ളി, 2 തക്കാളി, 3-4 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഞാനൊരു ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് മാറ്റുന്നത്. ഈ കറി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്കും ഈസിയാണ്. ഉള്ളിയും തക്കാളിയും ഒന്നും ഞാൻ വാട്ടാണ്ട് കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും ഞാൻ കുക്കറിൽ മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 2 ഉള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് കുക്കറിലേക്ക് നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉള്ളിയെ വേണ്ടുള്ളൂ. നമ്മൾ ഇതിൽ കൂടുതലൊന്നും എടുക്കണമെന്നില്ല. കാരണം അതിലെല്ലാം വെന്ത് അങ്ങ് അടിഞ്ഞോളും. ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മക്കൾക്ക് സ്കൂൾ പോകുന്ന ടൈമിനെല്ലാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അങ്ങനെ ഉള്ളി മുറിച്ചിടലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തക്കാളി ഞാൻ എങ്ങനെ മുറിച്ചിട്ട് കൊടുത്താലും പ്രശ്നമില്ല. നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിൽ മുറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളി ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പച്ചമുളകാണ്. പച്ചമുളക് ഞാനിവിടെ എടുക്കുന്നത് 3 എണ്ണമാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതലുണ്ടെങ്കിൽ അതിൽ കുറച്ചാൽ മതി. ഈ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുകൊണ്ട് 3 പച്ചമുളകേ ഞാൻ എടുക്കുന്നുള്ളൂ. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും 1 ടേബിൾ സ്പൂൺ കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് നമുക്ക് മസാലപ്പൊടികൾ ഇടണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 2 ടീസ്പൂണ് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നതാണ് ചിക്കൻ മസാലപ്പൊടി. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടി പോണ്ട. ഈ ഒരു അളവ് നിങ്ങൾ കാണുന്നില്ല, ഈ ഒരു അളവിന് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിലടിക്കണം. എൻ്റെ കുക്കർ 4 വിസിലാണ് ഉരുളക്കിഴങ്ങെല്ലാം വേവാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ മതി ടൈം വെച്ചാണെങ്കിൽ. ആ സമയം കൊണ്ട് ഞാൻ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. 5 മുട്ടയും അതിലിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് 3 വിസിലടിക്കുന്നുണ്ട്. 3ഓ 2ഓ. നോർമലായിട്ട് മുട്ട നിങ്ങൾക്ക് ചെമ്പിൽ വെച്ചിട്ടോ ചട്ടിയിൽ വെച്ചിട്ടോ ആക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പരുത്തിപ്പത്തലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടി ഒരു ബൗൾ ഇടുന്നുണ്ട്. ഈ ഒരു പത്തൽ പൊടിയാണ് ഇവിടെ നിന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. നാട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ ആമീസിൻ്റെ പൊടി ഉപയോഗിക്കും. പിന്നെ ഞാൻ അരി അരച്ചിട്ടാണ് ഉപയോഗിക്കൽ. ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പത്തലെല്ലാം ചുടുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. കുക്കറിൻ്റെ വിസിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പത്തൽ ചൂടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. പത്തൽ ചൂടാനെല്ലാം ഇതിലും പരന്നിട്ടുള്ള ഒരു തവ ടൈപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ അടുത്ത് ഇപ്പം ഇതുള്ളതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത്. നമ്മൾ പത്തൽ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒറോട്ടിക്കെല്ലാം പരത്തും പോലെ അതിലും കുറച്ചും കൂടി നൈസായിട്ടാണ് നമ്മളിതിൽ പരത്തി കൊടുക്കേണ്ടത്. ഇതിലിപ്പോൾ എനിക്ക് 3 പത്തലേ ഇതിൽ ചൂടാൻ പറ്റുള്ളൂ. എൻ്റെ ഇതിൽ മുന്നേ ഉള്ളതിൽ 5 6 എനിക്ക് പറ്റലുണ്ടേനും. കയ്യിൽ ചെറുങ്ങനെ നെയ്യ് തടവി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് പാനിലിട്ട് കൊടുക്കാൻ പറ്റും. ഈ ഒരു പാൻ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ പത്തിൽ പരത്തുന്ന സമയത്ത് എൻ്റെ കൈ ചെറുതായിട്ട് ചൂട് തട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരത്തുന്നത്. ഇനി കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ കുറച്ച് ചൂടായി കഴിഞ്ഞാൽ അങ്ങോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊന്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് പത്തിൽ മാറ്റി വെക്കാം. കുക്കറിൻ്റെ വിസിലെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് വെന്തിട്ടുണ്ടോ നോക്കാം. ഈ ഒരു ടൈപ്പിലാണ് ഇപ്പം കറിയുള്ളത്. നമുക്കിനി അത് തൂവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ മതി. ഇനി 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ചുവന്ന കായ്മുളക് 3 എണ്ണം നടുകെ പിളർന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറി നല്ല കുറുകി വരണം കേട്ടോ. കറി ഇതുപോലെ ഒന്നല്ല ഉണ്ടാവുക, നല്ല ടൈറ്റായിട്ട് വരും കറി. പ്രത്യേകിച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങെല്ലാം കുറച്ച് വെച്ചാൽ തന്നെ ടൈറ്റ് വരും. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട്. തീയൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമ്മളെ പത്തൽ ഇവിടെ കണ്ട ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാലെ ഞാൻ കാസറോൾ വെച്ചിട്ട് മൂടി വെക്കുന്നുണ്ട്. ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മളിത് മൂടിയിട്ട് അടച്ച് വെക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചൂടോടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും.
മുട്ട ഇവിടെ പുഴുങ്ങിയിട്ട് ഇതിൻ്റെ പുറന്തോട് ഇങ്ങനെ മാറ്റുന്നുണ്ട്. ഇനി അത് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഞാൻ കറിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. കണ്ട നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ കറി കുറുകി വരുന്നുണ്ട്. ഇനിയും നമ്മളിത് വെക്കുന്തോറും അതിൻ്റെ കളറെല്ലാം മാറി മാറി ഡാർക്കായിട്ട് വരും. മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കടലക്കറിയും ചെറുപയറുകറിയും അങ്ങനത്തെ പച്ചക്കറി കറിയെല്ലാം ഉണ്ടാക്കുമ്പം മുട്ട ഇതുപോലെ പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുക്കലുണ്ട്. കഴിക്കുന്ന മക്കൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവർക്കും അതുപോലെ കഴിക്കുന്ന ഇഷ്ടമാണ് പച്ചക്കറി കറീൻ്റെ ഒപ്പരെല്ലാം. നല്ല കുറുകി വന്നിട്ട് നമ്മളിത് മൂടി വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെറുപടാന്ന് പറഞ്ഞിട്ട് ഈ ഒരു കറി ഉണ്ടാക്കാം. കാരണം ഉള്ളിയൊന്നും വാട്ടാണ്ട് ഉണ്ടാക്കുന്നതല്ലേ, വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദോശക്കും ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും എല്ലാം സൂപ്പറായിരിക്കും ഈ കറി. ഞാനിത് ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കറിയാണിത്. ഞാനിത് രാത്രി ഡിന്നറിൻ്റെ ഒപ്പരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് മക്കൾക്ക് ദോശേൻ്റെ ഒപ്പരെല്ലാം ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്തയക്കാൻ പറ്റും. ഇതാണ് നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ പരുത്തിപ്പത്തിൽ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ പത്തലിൻ്റെ മേലെ ഇങ്ങനെ 6 kg പശു നെയ്യില്ലേ, അതിങ്ങനെ പുരട്ടി കൊടുത്താൽ നല്ലതായിരിക്കും. ചില സ്ഥലത്ത് അവർക്ക് കുഞ്ഞു ഒറോട്ടി ആയിട്ടും ഇത് ഉപയോഗിക്കലുണ്ട്. ഈ നമ്മൾ ഒറോട്ടി എന്ന് പറഞ്ഞത് അരിയെല്ലാം അരച്ചിട്ട് ഓട്ടുകല്ലിലെല്ലാം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ചില സ്ഥലത്ത് അവർ ഇങ്ങനെയും ഉണ്ടാക്കും കേട്ടോ. ഒറോട്ടി എന്ന് പറഞ്ഞിട്ട്, ഒറോട്ടി എന്ന് പറഞ്ഞാൽ ടയർ പത്തിൽ അങ്ങനെയെല്ലാം നമ്മൾ പറയും. അപ്പം നമ്മളെ കണ്ണൂരുകാരുടെ ഈ സ്പെഷ്യൽ പത്തിലും അതിൻ്റെ കൂടെ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഈ ഒരു കറിയും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ നിങ്ങൾ. അതുപോലെ നമ്മൾ നാട്ടിൽ നിന്ന് ഈ ഒരു പത്തിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ റേഷൻ പീടിയെല്ലാം കിട്ടുന്ന ഒരു അരിയില്ലേ, ആ ഒരു വേവുള്ള അരി, ആ അരി 4 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് നമ്മൾ ഗ്രൈൻഡറിൽ ഉപ്പിട്ടിട്ട് അരച്ചെടുക്കുക. അല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ചാലും മതി. ഇവിടെ നമ്മൾ ഈ ദുബായിലാണെങ്കിൽ ആമീസിൻ്റെ പൊടി, ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന അരി, അതുപോലെ തന്നെ ടേസ്റ്റി ഫുഡിൻ്റെ അരിയും അതും അരിപ്പൊടി നല്ലതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.